എയർപോർട്ടിന്റെ എക്കണോമിക് സോൺ, സാമ്പത്തിക മേഖലകൾ, സ്വതന്ത്ര വ്യാപാര ഗോഡൌൺ മേഖലകൾ. ഇപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ട് ഒരു എക്സാമ്പിളാണ്. ബാംഗ്ലൂർ കർണാടകത്തിന് GDP-യിലേക്ക് 5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, 5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. അതുപോലെ സ്വതന്ത്ര വ്യാപാര ഗോഡൌൺ മേഖലകൾ, കണ്ണൂർ വിമാനത്താവളത്തിൽ റൺവേ, ടെർമിനൽ, ഏപ്രൺ വികസനം, വിമാനങ്ങളുടെ പരിപാലനം, മെയിൻ്റനൻസ്, അറ്റകുറ്റപ്പണി, സമഗ്ര പരിശോധനയ്ക്കായി മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓപ്പറേഷൻസ് കേന്ദ്രങ്ങൾ, ലോജിസ്റ്റിക്സ് പാർക്കുകൾ, പുതിയ വിമാന സർവീസുകൾക്ക് പിന്തുണ നൽകാൻ റൂട്ട് ഡെവലപ്മെന്റ് ആൻഡ് കണക്ടിവിറ്റി ഫണ്ട് അടക്കമുള്ള ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾ. ഇത് ഏവിയേഷൻ എക്സ്പേർട്സ് ഇത് ഏവിയേഷൻ എക്സ്പേർട്ടുകൾ തയ്യാറാക്കിയ സമഗ്രമായ പദ്ധതികളാണ്. 27 പ്രോജക്റ്റുകൾ ഏവിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വലിയ മാറ്റം ആ രംഗത്ത് ഈ 4 ഇന്റർനാഷണൽ എയർപോർട്ടുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള വലിയ പദ്ധതിയാണ് ഇത്. പിന്നെ MSME സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ട് 100 കോടിയിലധികം വാർഷിക വരുമാന ശേഷിയുള്ള ഒരു 10,000-ഓളം MSME സംരംഭങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ ആരംഭിക്കുന്നതിന് സഹായം നൽകുന്ന ഒരു സമഗ്രമായ പദ്ധതിക്കാണ് രൂപം നൽകുന്നത്. അത് ഈ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ വേണ്ടി വരുന്നവർക്ക് 3 രീതിയിലുള്ള സഹായമാണ് ചെയ്യുന്നത്. ഒന്ന്, ചിലർ മാനേജ്മെന്റ് എക്സ്പേർട്സ് ആയിരിക്കും, പക്ഷെ അവർക്കൊരു ടെക്നിക്കൽ സൈഡ് ഉണ്ടാവില്ല, മോശം. അപ്പോൾ ഗവൺമെന്റ് അവർക്ക് ടെക്നോ മെന്ററിനെ പ്രൊവൈഡ് ചെയ്യും. ചിലർ ടെക്നിക്കലി എക്സ്പേർട്ട് ആയിരിക്കും, പക്ഷെ മാനേജ്മെന്റ്, ഫിനാൻസ് ഇതൊന്നും അവർക്ക് പ്രാപ്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മാനേജ്മെന്റ് മെന്ററിനെ കൊടുക്കും. അപ്പൊ മാനേജ്മെന്റ് മെന്റർ, ടെക്നോ മെന്റർ, പിന്നെ ഒരു വളരെ കുറഞ്ഞ പലിശയ്ക്ക് ഉള്ള റിവോൾവിംഗ് ഫണ്ട്, ഈ 3 കാര്യം കൊടുക്കും. ആദ്യ മാസം തന്നെ 1000 പ്രോജക്റ്റുകൾ ഷോക്കേസ് ചെയ്യും. ഈ 1000 പ്രോജക്റ്റുകളിൽ നിന്ന് അവർക്ക് ചൂസ് ചെയ്യാം. അതിന് അവർക്ക് കൃത്യമായ ബിസിനസ് നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്തോളൂ. അങ്ങനെ കേരളത്തിൽ ഒരു 10,000 സംരംഭങ്ങൾ തുടങ്ങി നമ്മുടെ ഇക്കോണമിയെ ഉത്തേജിപ്പിക്കുക, സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു വളരെ വിശദമായ ഒരു പ്രോജക്റ്റാണിത്. പിന്നെ ഉള്ളത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ലോകത്തെ എല്ലായിടത്തും ജോലിയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക, തൊഴിലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക വളരെ വേഗത്തിൽ. അപ്പോൾ നമ്മുടെ എല്ലാ കോഴ്സുകളും തന്നെ ഔട്ട്ഡേറ്റഡായി മാറിയിരിക്കുക. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് അന്താരാഷ്ട്ര തൊഴിൽ മാർക്കറ്റിലെ ജോലിയുടെ സ്വഭാവം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ഉണ്ടാക്കും. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള മലയാളികളായ എക്സ്പേർട്ടുകളെ വെച്ചുകൊണ്ടുള്ള വിവിധ സെക്ടറുകളിൽ ഉണ്ടാക്കും. അവർ സൂക്ഷ്മമായി ലോകത്തിലെ തൊഴിൽ മേഖല നിരീക്ഷിച്ചുകൊണ്ട് അതിന് അനുരോധമായി, അതിന് സമാന്തരമായി ഇവിടുത്തെ കരിക്കുലം പ്രകടന പത്രിക പുറത്തിറക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.